പാലക്കാട് വാണിയംകുളത്തെ ഡിവൈഎഫ്ഐ ആക്രമണത്തിൽ മുഖ്യപ്രതി പോലീസിൽ കീഴടങ്ങി. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷാണ് കീഴടങ്ങിയത്. രാകേഷിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഡിവൈഎഫ്ഐ നേതാക്കൾ പനയൂർ സ്വദേശിയായ വിനേഷ് എന്ന മുൻ ഡിവൈഎഫ്ഐ നേതാവിനെ ക്രൂരമായി ആക്രമിച്ചത്. കഴിഞ്ഞ 8-ാം തീയതിയാണ് ഫേസ്ബുക്കിൽ വിമർശിച്ചുകൊണ്ട് കമന്റ് ഇട്ടതിന് പനയൂർ സ്വദേശിയും മുൻ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗവുമായ വിനേഷിനെ ഡിവൈഎഫ്ഐ CPM നേതാക്കൾ ക്രൂരമായി മർദ്ദിച്ചത്. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഡിവൈഎഫ്ഐ നേതാക്കളായ മുഹമ്മദ് ഹാരിസും സുർജിത്തും കിരണും ചേർന്ന് വിനേഷിനെ വാണിയംകുളത്തും പനയൂരിലും വെച്ച് മർദ്ദിച്ചത്. സംഭവത്തിന് പിന്നാലെ പ്രതികൾ കോഴിക്കോട് വെച്ച് പോലീസിന്റെ പിടിയിലായി. ചോദ്യം ചെയ്യലിൽ രാകേഷ് പറഞ്ഞിട്ടാണ് വിനേഷിനെ മർദ്ദിച്ചതെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിനേഷ് ഇന്നലെ രാകേഷിനെതിരെ പോലീസിൽ മൊഴി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സംഭവത്തിന് പിന്നാലെ രാകേഷ് ഒളിവിൽ പോയി. രാകേഷിനായി പോലീസിന്റെ തിരച്ചിൽ തുടരുന്നതിനിടെയാണ് ഇന്ന് രാവിലെ 11:30 രാകേഷ് ഷൊർണൂർ ഡിവൈഎസ്പിയുടെ ഓഫീസിൽ കീഴടങ്ങിയത്. ഷൊർണൂർ പോലീസ് രാകേഷിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. പ്രതിയുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനം, പാലക്കാട്.